ഹായ് ഓൾ, എല്ലാവർക്കും നവമി കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 5 കോഴിമുട്ട പുഴുങ്ങി തൊണ്ടെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഓരോന്നും ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഒരു 2 വലിയ സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ്. ഇതിൽ മെയിൻ ഐറ്റം സവാള തന്നെയാണ്. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. പിന്നെ പൊടികളായിട്ട് ഇതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പാകത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ വെച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കാം ആദ്യം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. അതൊന്ന് മൂപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് തക്കാളി ചേർക്കുന്നില്ല, പുളിക്ക് വേണ്ടിയിട്ട് യാതൊന്നും ചേർക്കുന്നില്ല. പക്ഷെ എന്നാൽ തന്നെയും കറി നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. ഇപ്പോൾ ഗ്രേവി നന്നായി തിളച്ച് വന്നപ്പോൾ നമുക്കിതിലേക്ക് മുട്ടയെല്ലാം ഇട്ട് കൊടുക്കണം. നന്നായി മസാലയിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ചെറിയ തീയിലിട്ട് നന്നായി വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടതുണ്ട്. അതാണ് പഞ്ചസാര. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ചേർക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക് നൽകുന്നത്. അപ്പോൾ അതൊന്നും മറക്കാതെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനും ചോറിനും ഇടിയപ്പത്തിനും വെള്ളയപ്പത്തിനും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ചാനലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടണും മറക്കാതെ പ്രസ് ചെയ്യുക. വേറെ റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ.